പലപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും കൈവിട്ടു പോകുന്നത് നമ്മളെ ജീവിതത്തിൽ വരുന്ന സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അബ്ദുൽ വഹാബ്, ഹ്യൂമൻ ഇന്നർ ടെക്നിക്ക്. എന്താണ് സബ്ജക്റ്റും ഒബ്ജക്റ്റീവുമായ കാര്യങ്ങൾ? സബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതും അതോടൊപ്പം തന്നെ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്നതുമായ കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ട്. ഈ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി മനസ്സ് എപ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സത്യത്തിൽ അത് പെട്ടെന്ന് ക്ലിയറാക്കാനും നമ്മളുടെ ജീവിതം പൂർവാധികം ഭംഗിയായി സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുന്നതിനാണ് മനസ്സ് എപ്പോഴും നമ്മളെ ഇത് ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ ആ ഓർമ്മപ്പെടുത്തൽ പല ആളുകൾക്കും ഭയങ്കര പ്രയാസമാണ്. കാരണം ഇത് നിരന്തരം ഓർമ്മപ്പെടുത്തുമ്പോൾ അയാൾ അറിയാതെ ആങ്സൈറ്റിയിലേക്കും സ്ട്രെസ്സിലേക്കും പോകും. അപ്പോൾ അതിൽ നിന്ന് മുക്തമാവാൻ ഈ സബ്ജക്റ്റായിട്ടുള്ള ഈ സംഗതി മനുഷ്യനെ മനസ്സ് ഓർമ്മപ്പെടുത്തുമ്പോൾ അത് ആ കാശ്, എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് കിട്ടി, ഞാൻ അത് കൊടുക്കുന്നതോടുകൂടി ഞാൻ പൂർണ്ണമായിട്ടും ആ മനസ്സ് എന്നിൽ നിരന്തരം കൊണ്ടുവരുന്ന ഈ ചിന്തകളിൽ നിന്നും എനിക്ക് മുക്തമാകാൻ സാധിക്കും. പക്ഷേ ഒബ്ജക്റ്റീവായ കാര്യങ്ങൾ അങ്ങനെയല്ല. ഒബ്ജക്റ്റീവായ കാര്യങ്ങൾ മനസ്സ് നിരന്തരം എന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് എനിക്ക് കൂടുതൽ പ്രയാസത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. ഞാൻ അതിൽ നിന്ന് മുക്തനാവില്ല. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരാളെ വേദനിപ്പിച്ചു, അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കൂടെ കടന്നു പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഞാൻ ഇടപഴകുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റീവായിട്ടുള്ള ഈ കാര്യം ഓർമ്മപ്പെടുത്തും. പക്ഷേ എനിക്കത് ക്ലിയറാക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം മരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊരു തുറന്നു പറയാനോ അതിനെക്കുറിച്ച് എനിക്കൊരു മാപ്പപേക്ഷിക്കാനോ സാധിക്കില്ല. ഇത് കിടന്ന് എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വിങ്ങിപ്പെട്ടുമ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കണമെന്നും ജീവിതത്തിൽ ഒരു സന്തോഷമില്ലായ്മയും എന്ത് നമുക്ക് ലഭിച്ചാലും നമുക്ക് ഹാപ്പിനെസ് ലഭിക്കാതിരിക്കുകയും ചെയ്യാം. ഇതിനു വേണ്ടി നമുക്ക് ഒരു പരിശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സബ്ജക്റ്റീവായ കാര്യങ്ങളിൽ നിന്നും ഒബ്ജക്റ്റീവായ കാര്യങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ട് മുക്തി നേടാൻ സാധിക്കും.